കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര MLA ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. അത് വായിച്ചപ്പോൾ ആശ്ചര്യം തോന്നി. ഒപ്പം ചില പഴയകാല ഓർമ്മകളും മനസ്സിൽ ഓടിയെത്തി. അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് UDF വാഗ്ദാനം ചെയ്ത KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഭാഗികമായി ആരംഭിച്ചിരിക്കുന്നുവെന്നാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ബാലഗോപാൽ സഖാവെ, സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ഭാഗികമായല്ല, പൂർണ്ണതോതിലാണ് ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ഡിപ്പോകളിലും അവിടെയുള്ള UDF MLAമാരും MP മാരും ഒക്കെ ഉദ്ഘാടനം ചെയ്തു. താങ്കൾ പിന്നെ പറയുന്ന ഒരു ആക്ഷേപം, ജനപ്രതിനിധികൾ പോലും അല്ലാത്ത ചിലർ ചിലയിടത്തൊക്കെ ഉദ്ഘാടനം ചെയ്തുവെന്ന്. ശരിയായിരിക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ മുൻ ജനപ്രതിനിധികളായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരായിരിക്കും. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, താങ്കളുടെ മണ്ഡലത്തിൽ അതായത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന ഉദ്ഘാടനത്തിൽ എന്തുകൊണ്ട് താങ്കൾ പങ്കെടുത്തില്ല? അവിടെ കൊടുക്കുന്നിൽ സുരേഷ് MPയും മറ്റ് നേതാക്കന്മാരും ഒക്കെയാണ് നടത്തിയത്. താങ്കൾ അതിൽ രാഷ്ട്രീയം കണ്ടു, മാറി നിന്നു. ആ പരിപാടിയെ എതിർക്കുന്ന കൂട്ടത്തിലായിരുന്നു താങ്കൾ. എന്നിട്ട് വലിയ വായിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കുക. ഇതൊരു സർക്കാർ പരിപാടിയല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ലേ. അത് സർക്കാരിൻ്റെ പ്രതിനിധികൾ നടത്തും. താങ്കൾക്ക് വേണമെങ്കിൽ MLA എന്നുള്ള നിലയിൽ താങ്കൾക്ക് വേണമെങ്കിലും അവിടെ പോകാമായിരുന്നു, അതിൽ പങ്കെടുക്കാമായിരുന്നു. താങ്കൾ അധികാരത്തിൽ വന്നാൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുമെന്നും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദ കേന്ദ്രങ്ങളിലുമെല്ലാം ഇനി മുതൽ സൗജന്യമായി പോകാമെന്നും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും താങ്കൾ പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ യാത്ര സൗജന്യമാക്കിയിട്ടുള്ളത്. അധികാരത്തിൽ എത്തിയതിന് ശേഷം നടത്തുന്ന വാഗ്ദാന ലംഘനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്നുകൂടി അവർ ചേർത്തിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. ശരിയാ സഖാവേ, രാഷ്ട്രീയമായി കാണുമ്പോൾ കുറ്റപ്പെടുത്തണം, കടുത്ത ഭാഷയിൽ തന്നെ വേണം. പക്ഷേ താങ്കൾ കഴിഞ്ഞ തവണ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കൊട്ടാരക്കരയിൽ ചെയ്ത വികസന പെരുമഴ കൊട്ടാരക്കരക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ ആവോ? ബൈപ്പാസും ഹെലിപ്പാഡും രാജവീതികളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങൾ കൊണ്ട് കൊട്ടാരക്കരയെ പുളകമണിയിച്ച താങ്കൾ തന്നെ സതീശൻ്റെ സർക്കാരിൻ്റെ വികസനത്തിൻ്റെ തടയിടാൻ മുന്നിൽ തന്നെ കാണണം. കാരണം കൊട്ടാരക്കരക്കാർ ഇതെല്ലാം കാണാനും അനുഭവിക്കാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും താങ്കളെ തന്നെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചത്. ഇത്തവണ പ്രതിപക്ഷത്തിരുന്ന് കൊട്ടാരക്കര ഒരു സ്വർഗതുല്യമാകണം, ഏറ്റവും കുറഞ്ഞത്.